ഇൻറ്റീജേഴ്സിൻ്റെ ഓപ്പറേഷൻ ആണ് കേട്ടോ. ഇൻറ്റീജേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. കുറച്ച് കൺഫ്യൂസിങ് ആണല്ലേ, നെഗറ്റീവും പോസിറ്റീവും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുമ്പോൾ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അതിനൊരു ടിപ്പ് മിസ് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കാം. -5 + 6 ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഈ 5 എന്നുള്ള നമ്പറിൻ്റെ ചിഹ്നം നെഗറ്റീവാണ് അല്ലേ. 5ന്റെ ചിഹ്നം നെഗറ്റീവാണ്. അപ്പം നമ്മൾ 5 ടൈംസ് നെഗറ്റീവ് സൈനുകൾ ഇടാം. ഓക്കെ. ഇനി 6 എന്നുള്ള നമ്പറിൻ്റെ സൈൻ എന്താ, പോസിറ്റീവാണ്. അപ്പം നമ്മൾ 6 ടൈംസ് പോസിറ്റീവ് സൈനുകൾ ഇടാം. എന്നിട്ട് അതിനെ പെയറാക്കണം. ഓക്കെ. ഒരു മൈനസിന് ഒരു പ്ലസ്, അങ്ങനെ പെയറാക്കിയ. അപ്പോൾ പെയറാക്കി കഴിയുമ്പോൾ ഇവിടെ ഒരാൾ ബാക്കി വന്നു അല്ലേ. എന്താണ് ബാക്കിയുള്ളത്, ഒരു പോസിറ്റീവ് സൈന്. അതാണ് നമ്മുടെ ആൻസർ, അതായത് 1 + 1. ഓക്കെ. വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. -6 - 9 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 6 എന്നുള്ളത് എന്ത് നമ്പറാ, പോസിറ്റീവ് നമ്പറാ അല്ലേ. അപ്പം നമ്മൾ 6 ടൈംസ് പോസിറ്റീവ് സൈനുകൾ കൊടുക്കുക. 9 എന്നുള്ളത് എന്താണ്, നെഗറ്റീവ് ആണ് അല്ലേ. ഇവിടെ കണ്ടോ, നെഗറ്റീവ് സൈനാണ് 9 ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 9 ടൈംസ് നെഗറ്റീവ് സൈനുകൾ കൊടുക്കണം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ പെയറാക്കണം. +- അങ്ങനെ പെയറാക്കിയാൽ ബാക്കി വന്നത് 3 നെഗറ്റീവ് ചിഹ്നങ്ങളാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് -3. ഓക്കെ. നെഗറ്റീവ് ചിഹ്നങ്ങൾ ബാക്കി വന്നതുകൊണ്ട് സൈന് നെഗറ്റീവ്. എത്ര എണ്ണം നെഗറ്റീവ് വന്നു, 3 എണ്ണം. അതിന് നമ്മൾ ഇവിടെ 3 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. -6 + 4. അപ്പോൾ എങ്ങനെ ചെയ്യണം, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ 6 എന്നുള്ളത് ഒരു നെഗറ്റീവ് നമ്പറാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 6 ടൈംസ് നെഗറ്റീവ് സൈനുകൾ കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 4 ടൈംസ് ആണ് ഇവിടെ പോസിറ്റീവ്. 4 എന്നുള്ളത് ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് 4 ടൈംസ് പോസിറ്റീവ് സൈനുകളും കൊടുക്കുക. എന്നിട്ട് അതിനെ പെയറാക്കുക. ഓക്കെ. പെയറാക്കാൻ പറ്റാത്തത് എന്താണ്, 2 നെഗറ്റീവ് ചിഹ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി -2. 2 നെഗറ്റീവ് സൈൻ ആയതുകൊണ്ടാണ് ഇവിടെ -2 വന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. -2 -